നിയുക്ത ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ മാധ്യമങ്ങളെ കാണും. ബിൽഡ് ചെയ്യാൻ അത് പ്രൈം മിനിസ്റ്റർ അപ്രൂവൽ തന്നിട്ടുണ്ട്. സ്പേസ് സ്റ്റേഷൻ 5 മോഡ്യൂളാണ്. അതിൽ ഫസ്റ്റ് മോഡ്യൂൾ 2028 അയക്കാനുള്ള അതുക്കുള്ള അപ്രൂവൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് ആദ്യത്തെ റാക്കറ്റിന് പറയുന്നത് ലോഞ്ച് വെഹിക്കിളിന് പറയുന്നത് അബ്ദുൽ കലാം സാർ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറുടെ പ്രോജക്ട് ഡയറക്ടർ എന്നപ്പോഴാണ് SLV-3 നമ്മൾ സക്സസ് ആയിട്ട് അയച്ചു. 1980 അയച്ചത്. അത് 34 കിലോഗ്രാമുള്ള സാറ്റലൈറ്റാണ് കൊണ്ടുവിട്ടത്. ഇപ്പോൾ നമ്മൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിനിട്ട് അതൊക്കെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി പറഞ്ഞാൽ 30,000 കിലോഗ്രാം മുകളിൽ കൊണ്ട് വിടാൻ പറ്റും. 1000 ടൈംസ് ഓഫ് SLV-3 കപ്പാസിറ്റി. അപ്പോൾ അതിൻ്റെ റിസർച്ച് ആക്ടിവിറ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് നിറയെ സാറ്റലൈറ്റ് ലോഞ്ചിങ് അതൊക്കെ ചെയ്യാനുണ്ട്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, നേവിഗേഷൻ സാറ്റലൈറ്റ്, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്, പിന്നെ സ്ട്രാറ്റജിക് അപ്ലിക്കേഷന് വേണ്ടി ഇതെല്ലാം പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ നിറയെ പ്രോഗ്രാം ഗവൺമെൻറ് ഹാസ് അപ്രൂവ്ഡ്. നമ്മളുടെ പ്രധാനമന്ത്രി സാറിന് എല്ലാവർക്കും അപ്രൂവൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1962 നമ്മളുടെ സ്പേസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം, റാക്കറ്റിലെയും മറ്റേ കാളവണ്ടിയിലെയാണ് എല്ലാം കൊണ്ടുപോയത് ആ സമയത്തിലേക്ക്. ബട്ട് ഇപ്പോൾ അതിലിരുന്ന് ഇന്ത്യ ഒരു നല്ല ഒരു കോൺട്രിബ്യൂഷൻ ISRO കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതുണ്ട്. ഇപ്പം നമ്മളുടെ പ്രോഗ്രാം 2047 വരെ ഒരു വിഷൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പം ചിലയിടങ്ങളിൽ ഇന്ത്യ ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, ചന്ദ്രയാൻ 1 ആദ്യം പോയി അവിടെ മൂന്നിൽ വാട്ടർ മോളിക്യൂൾസ് കണ്ടുപിടിച്ചത്. ചന്ദ്രയാൻ 3 നിങ്ങൾക്കെല്ലാം അറിയാം, അതാണ് ഫസ്റ്റ് ഇന്ത്യാവാണ് പോയി സോഫ്റ്റ് ലാൻഡ് ചെയ്തത്, നിയർ സൗത്ത് പോളിൽ പോയി സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. അപ്പോൾ ആദിത്യ എല്ലോൺ നമ്മൾ ഒരു 2 ദിവസത്തിന് മുമ്പോട്ട് അതിൻ്റെ ഡേറ്റ എല്ലാം ഇപ്പോൾ ഉള്ള പ്രസിഡന്റ് ചെയർമാൻ എല്ലാവരും ചേർന്ന് റിലീസ് ചെയ്ത് ലാസ്റ്റ് ഇയർ ജനുവരി 6-ാം തീയതിയാണ് അത് എല്ലോൺ ഓർബിറ്റിൽ പോയത്. അപ്പം ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഡേറ്റ റിലീസ് ചെയ്ത്. അപ്പോൾ ഇതുപോലെ നിറയെ പ്രോഗ്രാം ഉണ്ട്. ഇത് ISRO വർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ വർക്കല്ല, ഒരു ടീം വർക്കാണ്. ടീം ഇപ്പോൾ SpaceX എന്ന് പറയുന്നത് നമ്മൾ 2 സാറ്റലൈറ്റ് കൊണ്ടുപോയി സ്പേസിൽ അസംബിൾ ചെയ്യാനും ഡോക്ക് ചെയ്യാനും ഡിസസംബിൾ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. ഇപ്പം ചന്ദ്രയാൻ 3യുടെ സാറ്റലൈറ്റ് 4000 കിലോഗ്രാം ഇടയാണ്. ചന്ദ്രയാൻ 4 9200 കിലോഗ്രാം ഇടയാണ്. അപ്പോൾ ഇത് ഒരു റാക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ 2 റാക്കറ്റ് വെച്ചാണ് കൊണ്ടുപോയി മുകളിൽ അസംബിൾ ചെയ്ത് പിന്നെയാണ് എല്ലാ ലാൻഡിങ് ഒക്കെ ചെയ്ത് സാമ്പിൾ എടുത്തിട്ട് പിന്നെ തിരിച്ച് ഒരു മോഡ്യൂൾ തിരിച്ച് അഗൈൻ 4 മോഡ്യൂളിൽ 2 മോഡ്യൂൾ ലാൻഡ് ചെയ്യും. പിന്നെ തിരിച്ച് അത് അസംബിൾ ചെയ്യണം. പിന്നെ എല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുക്കുള്ള പ്രോഗ്രാമുക്കെല്ലാം ഇത് SpaceX യൂസ് ആകും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ അറ്റ് ടൈമിലെല്ലാം കൊണ്ടുപോകുമ്പോൾ അപ്പോൾ വലിയ റാക്കറ്റ് വേണം. അപ്പോൾ നമ്മൾ 5 മോഡ്യൂളായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒന്നൊന്നായിട്ട് കൊണ്ടുപോയി അത് അസംബിൾ ചെയ്യണമല്ലോ. അതുക്കുള്ള ഇതൊക്കെ ഈ SpaceX യൂസ് ആകും. പിന്നെ ഫ്യൂച്ചറിൽ ആൾക്കാരെ മൂന്ന് കൊണ്ടുപോകാനുള്ള പ്രോഗ്രാമും പ്രൈം മിനിസ്റ്റർ നമ്മൾ ഐഡിയ പറഞ്ഞ് നമ്മൾക്ക് അതിൽ ഇപ്പം ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുക്കും പെരിയ റാക്കറ്റിലെ കൊണ്ടുപോകാൻ പറ്റില്ല, 2-3 മോഡ്യൂളൊക്കെ കൊണ്ടുപോയി അസംബിൾ ചെയ്ത് അതുക്കും ഈ SpaceX എക്സ്പെരിമെൻറ്റ് യൂസ് ആകും. കന്യാകുമാരി ജില്ലയിൽ നിന്ന് വളരെ റിമോട്ടായ ഗ്രാമത്തിൽ നിന്നും ഇസ്രോയിലേക്ക് വരുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായതിനു ശേഷം ISROയുടെ പുതിയ മേധാവി ഡോക്ടർ വി നാരായണനാണ് മാധ്യമങ്ങളെ കണ്ടത്. ഭാവിയിൽ നടക്കാൻ പോകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും ISROയുടെ പദ്ധതികളെപ്പറ്റിയും വിശദീകരിക്കുകയായിരുന്നു ഡോക്ടർ വി നാരായണൻ.